ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്ന ഒരു നല്ല ഫീൽ ഗുഡ് ഡ്രാമയായ വാസന്തി എന്ന സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമ തുടങ്ങുമ്പോൾ ഒരു വൈകുന്നേരം ബീച്ച് നിറയെ ആളുകളെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായ വാസന്തി എന്ന സ്ത്രീയെ കാണിക്കുന്നത്. വാസന്തി ആ ബീച്ച് മുഴുവൻ നോക്കി അവിടെയുള്ള ഒരു സ്റ്റേജിൽ കയറി സോഫയിൽ കിടക്കുന്നു. ആ സോഫയുടെ മറ്റൊരു വശത്ത് പ്രായമായ ഒരാൾ മദ്യപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വാസന്തി അയാളെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ ഉറങ്ങാൻ കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വാസന്തി ഉണർന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ആ സ്റ്റേജിന് മുന്നിൽ ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉറക്കമുണർന്ന വാസന്തി സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്ന ആളുകളെയും ഇപ്പോഴും എഴുന്നേൽക്കാതെ കിടക്കുന്ന ആ വൃദ്ധനെയും നോക്കി അയാളുടെ അരികിലിരുന്ന മദ്യക്കുപ്പികൾ മാറ്റിവെച്ച് അയാളെ ഉണർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അയാളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകാത്തതുകൊണ്ട് സംശയം തോന്നി ഹൃദയമിടിപ്പ് പരിശോധിച്ചപ്പോൾ ആ വൃദ്ധൻ ഇതിനകം മരിച്ചുവെന്ന് വാസന്തിക്ക് മനസ്സിലായി. അവൾ സദസ്സിൽ നിന്ന് ഒരാളെ സ്റ്റേജിലേക്ക് വിളിച്ച് പേര് ചോദിച്ചു. ബാലു എന്ന് അയാൾ മറുപടി നൽകി. അത് കേട്ട് വാസന്തി, ബാലു, ഈ വൃദ്ധനെ അപ്പുറത്തേക്ക് കിടത്താൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. ബാലു വാസന്തിയെ സഹായിച്ചു. എന്നാൽ വൃദ്ധൻ അനക്കമില്ലെന്ന് കണ്ട ബാലു ഞെട്ടലോടെ ചോദിച്ചു, ഇയാൾ മരിച്ചല്ലോ, ഇതാരാണ്? എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതിന് വാസന്തി മറുപടി പറഞ്ഞു, അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അയാൾ എന്നെ കാണാനാണ് ഇവിടേക്ക് വന്നത്. അത് കേട്ട് ബാലുവിന് സംശയമായി. അതാരാണെന്ന് നിനക്ക് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിന്നെ കാണാൻ വരുന്നത്? വാസന്തി നാടകത്തിന്റെ ഭാഗമായി തന്നെ കളിയാക്കുകയാണെന്ന് കരുതി അയാൾ സ്റ്റേജിൽ നിന്നിറങ്ങി താഴെ പോയിരുന്നു. അപ്പോൾ വാസന്തി ചിരിച്ചുകൊണ്ട് ബാലുവിനെ വീണ്ടും സ്റ്റേജിലേക്ക് വിളിച്ചു. അതിന് ബാലു പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയും കുട്ടികളുമായി നാടകം കാണാനാണ് വന്നത്. എന്നെ സമാധാനമായി നാടകം കാണാൻ അനുവദിക്കൂ. നിന്റെ നാടകത്തിലേക്ക് മറ്റാരെയെങ്കിലും തിരഞ്ഞെടുത്തോളൂ. ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. മറ്റുള്ളവരും വാസന്തിയോട് നാടകം തുടങ്ങാൻ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ വാസന്തി അവരോട് പറഞ്ഞു, ശരി, നാടകം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എന്റെ ജീവിതകഥ പറയാം, കേൾക്കൂ. അവൾ തന്റെ കഥ പറയാൻ തുടങ്ങുമ്പോൾ ബാലു വീണ്ടും സ്റ്റേജിലേക്ക് വന്ന് മരിച്ചയാളുടെ മുഖം വ്യക്തമായി നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജഡ്ജി സാറല്ലേ? എങ്കിൽ ഇപ്പൊ പോലീസ് ഉറപ്പായും വരും. അവരിത് വെറുതെ വിടില്ല. അത് കേട്ട വാസന്തി അല്പം പോലും ഭയമില്ലാതെ പറഞ്ഞു, വന്നാൽ വരട്ടെ, എനിക്കെന്താ ഭയം? അയാൾ ഇവിടെ വന്ന് മരിച്ചതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? അതിന് ബാലു, എങ്കിൽ സത്യം പറ, അയാൾ നിന്നെ കാണാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതിന് വാസന്തി തിരിച്ചും ചോദിച്ചു, നീ ഒരു വേശ്യയുടെ അടുത്തേക്ക് എന്തിനാണ് പോകുന്നതെന്ന് പറ. അത് കേട്ട് ബാലു പരിഭ്രമത്തോടെ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഒരു വേശ്യയുടെ അടുത്തേക്ക് പോകുന്നത്? എനിക്കതിന്റെ എന്ത് ആവശ്യമാണുള്ളത്? വാസന്തി അവിടെ ഉണ്ടായിരുന്ന ബാലുവിന്റെ ഭാര്യയെയും കുട്ടികളെയും നോക്കി പറഞ്ഞു, ഓ, ഞാൻ മറന്നുപോയി. നീ നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെയാണല്ലോ വന്നത്. നിന്റെ ഭാര്യയുടെ മുന്നിൽ ഇത്തരം സത്യങ്ങൾ സംസാരിക്കില്ലല്ലോ. ശരി, ആദ്യം നിങ്ങൾ എന്റെ കഥ കേൾക്കൂ. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. അവൾ മൈക്ക് എടുത്ത് തന്റെ കഥ പറയാൻ തുടങ്ങി. എന്റെ പേര് വാസന്തി. ഇതെന്റെ ജീവിത കഥയാണ്. കുട്ടിക്കാലത്ത് ഞാനും ഇതുപോലൊരു ബീച്ചിന്റെ അടുത്തായിരുന്നു ജീവിച്ചിരുന്നത്. സീൻ കട്ട് ചെയ്ത് വാസന്തിയുടെ കുട്ടിക്കാലം കാണിക്കുന്നു. അവളുടെ അമ്മ അവളെ എപ്പോഴും ഒരു മുറിയിൽ അടച്ചിടുകയോ അല്ലെങ്കിൽ വീടിന് പുറത്താക്കി വാതിലടയ്ക്കുകയോ ചെയ്യുമായിരുന്നു. കാരണം വാസന്തിയുടെ അമ്മ ഒരു വേശ്യയായിരുന്നു. അവരുടെ അടുത്തേക്ക് ഒരുപാട് പുരുഷന്മാർ വന്ന് പണം കൊടുത്തു പോകുമായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും വരുമ്പോൾ വാസന്തിയെ അവർ കാണാതിരിക്കാനാണ് അമ്മ അവളെ മുറിയിൽ അടയ്ക്കുകയോ പുറത്താക്കുകയോ ചെയ്തിരുന്നത്. ഈ രണ്ട് സാഹചര്യങ്ങളിലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത വാസന്തി പലപ്പോഴും വാതിൽ തുറക്കാൻ പറഞ്ഞ് കരയുമായിരുന്നു. അമ്മയുടെ ഇടപാടുകാർ പോയതിനു ശേഷം മാത്രമേ വാതിൽ തുറക്കുമായിരുന്നുള്ളൂ. വാസന്തിയുടെ ബാല്യം മിക്കവാറും ഇങ്ങനെയാണ് കടന്നുപോയത്. വാസന്തി വലുതായപ്പോൾ അമ്മ അവളെ ടൗണിലുള്ള ബന്ധുക്കളുടെ വീട്ടിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. വാസന്തി ഇവിടെ തന്നെ നിന്നാൽ തന്റെ അടുത്തേക്ക് വരുന്നവരുടെ മോശം നോട്ടം അവൾക്ക് നേരെയും ഉണ്ടാകുമെന്നും തന്റെ ജീവിതം പോലെ വാസന്തിയുടെ ജീവിതം ആകരുതെന്നും അമ്മ കരുതി. എന്നാൽ വാസന്തിക്ക് അമ്മയെ വിട്ട് ദൂരെ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൾ അത് അമ്മയോട് പറയുകയും ചെയ്തു. പക്ഷേ വാസന്തി ഇവിടെ നിന്നാൽ അവളുടെ ജീവിതവും നശിക്കുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് നീ ടൗണിലേക്ക് പോയേ മതിയാവൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം വാസന്തിയുടെ ബാഗുകളെല്ലാം തയ്യാറാക്കി അവളെ ടൗണിലേക്ക് അയക്കാൻ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി. ഇഷ്ടമില്ലാതെ തന്നെ നിർബന്ധിച്ച് ടൗണിലേക്ക് അയക്കുന്നതിൽ അമ്മയോട് ദേഷ്യം തോന്നി അവൾ ഒരു വാക്കുപോലും മിണ്ടാതെ ബസ്സിൽ കയറിയിരുന്നു. ബസ് പുറപ്പെട്ടപ്പോൾ വാസന്തിക്ക് സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞു. അപ്പോൾ രാമൻ എന്ന പ്രായമായ ഒരാൾ വന്ന് വാസന്തിയുടെ അടുത്ത സീറ്റിലിരുന്നു. വാസന്തി കരയുന്നത് കണ്ട്, എന്തിനാ മോളി കരയുന്നത്? നീ എവിടേക്കാ പോകുന്നത്? എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ വാസന്തി ഒന്നിനും മറുപടി പറയാതെ നിശബ്ദയായിരുന്നു. അപ്പോൾ രാമൻ സ്വയം പരിചയപ്പെടുത്തി, എന്റെ വീട് ടൗണിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്.
എനിക്ക് വീടും കൃഷിസ്ഥലവുമുണ്ട്. എന്റെ ഭാര്യ ജീവിച്ചിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുമായിരുന്നു. അവൾ മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് എല്ലാ ജോലികളും ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ്. എനിക്ക് കുട്ടികളുമില്ല. തന്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അയാൾ ഇറങ്ങാൻ തയ്യാറായി. എന്നാൽ രാമൻ പറഞ്ഞതെല്ലാം കേട്ട വാസന്തി ടൗണിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റി രാമന്റെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചു. രാമൻ ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ വാസന്തിയും കൂടെ ഇറങ്ങി. ഞാനും നിങ്ങളുടെ കൂടെ വരാം, വീട്ടിലെ ജോലികളിൽ സഹായിക്കാം എന്ന് പറഞ്ഞു. അതിന് രാമനും സമ്മതിച്ച് വാസന്തിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ വാസന്തിക്ക് അയാളുടെ മകളുടെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യയും മക്കളും ഇല്ലാത്ത രാമൻ വീട്ടിലെ ജോലികൾക്ക് ഒരു സഹായമാകുമെന്ന് കരുതിയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഇരുവരും വീട്ടിലെത്തി. രാമന്റെ വീട് വളരെ ചെറുതായിരുന്നു. കിടക്കാനായി ഒരൊറ്റ മുറിയും കട്ടിലുമായിരുന്നു ഉണ്ടായിരുന്നത്. രാമൻ കട്ടിലിൽ കിടന്നു. വാസന്തിക്ക് നിലത്ത് വിരിക്കാനായി ഒരു പായ കൊടുത്തു. വാസന്തി ആ പായയിൽ കിടന്നുറങ്ങി. എന്നാൽ അർദ്ധരാത്രിയിൽ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. വാസന്തി കിടന്നിരുന്ന സ്ഥലത്ത് വീട് ചോർന്ന് വെള്ളം വീണു. അതുകൊണ്ട് ആ രാത്രി മുഴുവൻ വാസന്തിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ വാസന്തി അവർക്കായി ഭക്ഷണം പാകം ചെയ്യുകയും വീട് മുഴുവൻ വൃത്തിയാക്കുകയും ചെയ്തു. രാമൻ രാവിലെ തന്നെ കൃഷിസ്ഥലത്തേക്ക് പോയി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വാസന്തി വീട്ടുജോലികളെല്ലാം പൂർത്തിയാക്കി വസ്ത്രങ്ങൾ അഴുക്കായതുകൊണ്ട് വീടിന് പിന്നിലുള്ള കിണറ്റിൽ കുളിക്കുകയായിരുന്നു. എന്നാൽ അടുത്തുള്ള ചന്തു എന്ന ചെറുപ്പക്കാരൻ കുറെ ദിവസങ്ങളായി വാസന്തിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വാസന്തി കുളിക്കുന്നത് കണ്ട് ചന്തു ബൈക്കിൽ അവിടേക്ക് വന്ന് അവളെ തന്നെ നോക്കി നിന്നു. ചന്തുവിനെ കണ്ട വാസന്തി പെട്ടെന്ന് അകത്തേക്ക് പോയി. അപ്പോഴേക്കും രാമൻ കൃഷിസ്ഥലത്ത് നിന്ന് വരുന്നത് കണ്ട് ചന്തു അവിടെ നിന്ന് പോയി. ചന്തുവിനെ കണ്ട രാമന് കാര്യം മനസ്സിലായി. അന്ന് രാത്രി വാസന്തിയോട് പറഞ്ഞു, നീ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് നാളെ മുതൽ നീയും എന്റെ കൂടെ കൃഷിസ്ഥലത്തേക്ക് വാ എന്ന്. എനിക്ക് അവിടെ ഒരു സഹായമാകുമെന്നും പറയുന്നു. കഥ ഇനി പ്രസന്റ് ആണ് കാണിക്കുന്നത്. മരിച്ച ജഡ്ജിയുടെ ഭാര്യ വാസന്തിയെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. ഫോൺ സംഭാഷണത്തിന് ശേഷം ബാലു ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുന്നു. അതിന് വാസന്തി പറഞ്ഞു, ഈ കിളവന്റെ ഭാര്യയാണ്. ആംബുലൻസ് അവിടേക്ക് അയക്കുന്നുണ്ടെന്നും തന്റെ ഭർത്താവിന്റെ മൃതദേഹം അതിൽ കയറ്റിവിടണമെന്നും പറഞ്ഞു. സമൂഹത്തിൽ ഇത്രയും ബഹുമാനമുള്ള തന്റെ ഭർത്താവ് ഒരു വേശ്യയുടെ അടുത്ത് പോയി മരിച്ചുവെന്ന് എല്ലാവരും അറിഞ്ഞാൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനം പോകുമത്രേ. അത് കേട്ട ബാലു പറഞ്ഞു, ആഹാ, അപ്പോൾ നീ ഈ കേസിൽ പോലീസിൽ നിന്നും രക്ഷപ്പെട്ടു. അത് ശരി, പക്ഷെ നിന്റെ കഥയിൽ പിന്നെന്തുണ്ടായി? നിന്നെ ഒളിഞ്ഞു നോക്കിയിരുന്ന ആ ചന്തുവിനോട് ഒരിക്കലെങ്കിലും സംസാരിച്ചോ? അവൻ എന്തു പറഞ്ഞു? നീ എന്ത് സംസാരിച്ചു? അതിന് വാസന്തി പറയുന്നു, കൃത്യം 1 വർഷത്തിന് ശേഷമാണ് അവനോട് സംസാരിച്ചത്. 1 വർഷത്തോളം ചന്തു എന്നെ ദൂരെ നിന്ന് നോക്കി പോകുമായിരുന്നു. ഈ കിളവൻ രാമനും ഒട്ടും മോശമായിരുന്നില്ല. ആദ്യം എന്നെ ഒരു മകളെ പോലെയാണ് കണ്ടത്. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും എന്നെ തന്റെ മരിച്ചുപോയ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ തുടങ്ങി. കിളവനാണെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പതുക്കെ എന്നെ തല്ലാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. ചിലപ്പോൾ എനിക്ക് ഭക്ഷണം പോലും തരുമായിരുന്നില്ല. രാത്രിയിൽ വീടിന് പുറത്ത് കിടക്കാൻ പറഞ്ഞ് വാതിലടയ്ക്കുമായിരുന്നു. എനിക്ക് അവിടെ വേറെ ആരെയും അറിയില്ലായിരുന്നു. പോകാൻ മറ്റൊരു സ്ഥലമില്ല എന്നതായിരുന്നു അവന്റെ ധൈര്യം. എന്ത് ചെയ്താലും ഇവൾ ഇവിടെ തന്നെ കിടക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് അവിടെ അവനെ അല്ലാതെ മറ്റാരെയും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവന്റെ ഉപദ്രവങ്ങൾ സഹിച്ച് ഞാൻ അവിടെ തന്നെ കഴിഞ്ഞു. വാസന്തി മദ്യപിച്ചുകൊണ്ട് ബാലുവിനും മദ്യം പകർന്നു നൽകി. ഇരുവരും കുടിച്ചുകൊണ്ട് സംസാരിച്ചു. ബാലു വാസന്തിയോട് കഥയുടെ ബാക്കി പറയാൻ ആവശ്യപ്പെട്ടു. ഒരു ദിവസം രാത്രി രാമൻ വീട്ടിലില്ലാത്ത സമയത്ത് ചന്തു ധൈര്യം സംഭരിച്ച് വാസന്തിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ വാക്ക് കേട്ട് നീ എന്റെ കൂടെ വാ. ഞാൻ നിന്നെ സന്തോഷമായി നോക്കിക്കോളാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഈ രാമനെ കുറിച്ച് നിനക്ക് മുഴുവനായി അറിയില്ല. വേണമെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. ഈ രാമൻ എങ്ങനെയുള്ളവനാണെന്ന് അവർ പറഞ്ഞു തരും. ഈ രാമൻ തന്റെ ഭാര്യയെ ഉപദ്രവിച്ചാണ് അവർ മരിച്ചതെന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ എന്റെ കൂടെ വാ. ഞാൻ നിന്നെ നന്നായി നോക്കാം. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാമൻ അവിടേക്ക് വന്നു. അവനെ കണ്ട ചന്തു നിശബ്ദനായി അവിടെ നിന്ന് പോയി. ഇതെല്ലാം കണ്ട് രാമന് ദേഷ്യം വന്ന് വാസന്തിയെ തല്ലിക്കൊണ്ട് ചോദിച്ചു, അവനെ എന്തിനാണ് വീടിനകത്ത് കയറ്റിയത്? നീ എന്റെ നിയന്ത്രണത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. രാമൻ വാസന്തിയെ ഒരുപാട് തല്ലി പുറത്തു പോയി നന്നായി മദ്യപിച്ച് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചതിനു ശേഷം വാസന്തിയുമായി ബന്ധപ്പെടാൻ നിർബന്ധിച്ചു. വാസന്തി എതിർത്തപ്പോൾ രാമൻ ലഹരിയിൽ ഉറങ്ങിപ്പോയി. നന്നായി ആലോചിച്ച വാസന്തി ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി. അവൾ രാമന്റെ കൈയും കാലും കയറുകൊണ്ട് കെട്ടിയിട്ട് തന്റെ വസ്ത്രങ്ങളെല്ലാം ഒരു ബാഗിലാക്കി ആ വീട്ടിൽ നിന്നിറങ്ങി ചന്തുവിനെ കണ്ടുമുട്ടി. ചന്തുവിന് ഒരുപാട് സന്തോഷമായി. അവൻ വാസന്തിയെ ബൈക്കിലിരുത്തി ടൗണിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി.
യാത്രാമധ്യേ ഒരു ഹോട്ടലിൽ നിർത്തി ഇരുവരും ഭക്ഷണം കഴിച്ചു. എന്നാൽ വഴിയിൽ വെച്ച് ബൈക്ക് കേടായി. ചന്തു വാസന്തിയോട് വീട് അടുത്താണെന്ന് പറഞ്ഞ് ബൈക്ക് തള്ളിക്കൊണ്ടുപോയി. അപ്പോൾ ചന്തു വാസന്തിയോട് ചോദിച്ചു, നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ആരാണ്, എന്ത് ചെയ്യുന്നു, എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ. അതിന് വാസന്തി തിരിച്ചു ചോദിച്ചു, നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം, പറ. അതിന് ചന്തു പറഞ്ഞു, നിന്റെ പേര് വാസന്തി, നിന്നെ എനിക്ക് നല്ല കുട്ടിയായി തോന്നി. അതിന് വാസന്തിയും മറുപടി നൽകി, എനിക്കും നിന്നെക്കുറിച്ച് അത്രയും അറിയും. നിന്റെ പേര് ചന്തു, നിന്നെ ഒരു നല്ലവനായി കാണുന്നു. അങ്ങനെ ഇരുവരും ചന്തുവിന്റെ വീട്ടിലെത്തി. ചന്തുവിന്റെ വീട് ഒരു ചേരിയിൽ വളരെ ചെറുതായിരുന്നു. ആ വീട്ടിൽ ചന്തുവിന്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. ചന്തു വാസന്തിയെ വീടിനകത്തേക്ക് കൊണ്ടുപോയപ്പോൾ ചന്തുവിന്റെ അമ്മ വാസന്തിയെ തന്നെ നോക്കി നിന്നു. ചന്തു അമ്മയോട് പറഞ്ഞു, ഇവളുടെ പേര് വാസന്തി. ഇന്നു മുതൽ ഇവളും നമ്മുടെ കൂടെ ഈ വീട്ടിലുണ്ടാകും. അത് കേട്ട് ചന്തുവിന്റെ അമ്മ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നിശബ്ദയായി. അന്ന് രാത്രി ചന്തു വാസന്തിയുടെ കഴുത്തിൽ ഒരു സ്വർണമാല ഇട്ടുകൊടുത്തു. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ആ ഭിത്തിയിലെ പെയിന്റിങ്ങും ഞാൻ വരച്ചതാണ് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ചന്തു പല്ല് തേക്കാൻ പുറത്തു പോയപ്പോൾ അയൽപ്പക്കത്തെ സ്ത്രീകൾ വാസന്തിയുടെ മുറിയിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ചന്തു നിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ, അതോ നിന്റെ ഇഷ്ടപ്രകാരം വന്നതാണോ? നീ ആരെയും ഭയപ്പെടണ്ട, ധൈര്യമായി പറ. നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണോ, അതോ ചന്തുവിനെ വിവാഹം കഴിച്ച് കൂടെ ജീവിക്കണോ എന്നൊക്കെ അവർ ചോദിച്ചു തുടങ്ങി. അപ്പോഴേക്കും ചന്തുവിന്റെ സുഹൃത്തായ സുഗു പുറത്തു നിന്ന് വാസന്തിയെ കണ്ട് നേരെ ചന്തുവിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, നീ വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടിയത്. അതിന് ചന്തു, അതൊക്കെ വിട്, നീ ആദ്യം ഒരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ടുവാ. എന്റെ ബൈക്ക് കേടായി, സ്റ്റാർട്ട് ആകുന്നില്ല. ഇന്ന് രാത്രി പണിയുള്ളതല്ലേ എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ചന്തുവും സുഗുവും എന്തോ ആവശ്യത്തിനായി പുറത്തുപോയി. അപ്പോൾ ചന്തുവിന്റെ അമ്മ വാസന്തിയോട് ഭക്ഷണം പാകം ചെയ്യാൻ പറഞ്ഞിട്ട് തയ്യൽ മെഷീനിൽ ജോലി ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. നീ ചന്തുവിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് അവന്റെ കൂടെ ജീവിക്കാൻ ഇത്ര ധൈര്യത്തോടെ വന്നത്? ചന്തു എന്തു ചെയ്യുന്നുവെന്ന് നിനക്കറിയാമോ? സത്യത്തിൽ ചന്തു ഒരു കള്ളനാണ്. രാത്രിയിൽ അവന്റെ ആ നാശം പിടിച്ച കൂട്ടുകാരൻ സുഗുവിന്റെ കൂടെ മോഷണത്തിന് പോകും. അങ്ങനെയുള്ളവനെ വിശ്വസിച്ചാണോ നീ വന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് മനസ്സിലാകും. ഇപ്പോഴെങ്കിലും എന്റെ വാക്ക് കേൾക്കുമോളെ. നിന്നെ കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു. തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകൂ, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുവിടണോ? എത്ര പറഞ്ഞിട്ടും വാസന്തി അതൊന്നും കേട്ടില്ല. അവൾ ചന്തുവിന്റെ കൂടെ തന്നെ ജീവിക്കാൻ ഉറപ്പിച്ചിരുന്നു. അടുത്ത സീനിൽ അന്ന് രാത്രി ചന്തു, സുഗു, വാസന്തി എന്നിവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ചന്തുവും വാസന്തിയും TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സുഗു വാസന്തിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വാസന്തിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ സുഗു എങ്ങനെയെങ്കിലും അവളുമായി അടുക്കാൻ ആലോചിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചന്തുവും സുഗുവും പുറത്തേക്ക് പോകുമ്പോൾ ചന്തു വാസന്തിയോട് പറഞ്ഞു, ഞങ്ങൾ ഒരിടം വരെ പോവുകയാണ്, നീ വീട്ടിൽ ശ്രദ്ധിച്ചിരിക്കണം. അവർ മോഷണത്തിനാണ് പോകുന്നതെന്ന് വാസന്തിക്ക് മനസ്സിലായി. അവൾ ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. ആദ്യം ചന്തു സമ്മതിച്ചില്ലെങ്കിലും വാസന്തി നിർബന്ധം പിടിച്ചതുകൊണ്ട് അവളെയും ബൈക്കിൽ കൂടെ കൊണ്ടുപോയി. ബൈക്കിൽ വാസന്തിയെ ചന്തുവിനും സുഗുവിനും ഇടയിലാണ് ഇരുത്തിയത്. പിന്നിലിരുന്ന സുഗു വാസന്തിയെ പിന്നിൽ നിന്ന് സ്പർശിക്കുകയും അവളോട് കൂടുതൽ ചേർന്നിരുന്ന് മോശമായി പെരുമാറുകയും ചെയ്തു. വാസന്തി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും ബൈക്കിലായതുകൊണ്ട് അബദ്ധത്തിൽ തട്ടുന്നതായിരിക്കാമെന്ന് കരുതി. അവർ ബൈക്ക് ഒരു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിനടുത്ത് നിർത്തി. ചന്തു സുഗുവിനോടും വാസന്തിയോടും കുറച്ചു ദൂരെ നിൽക്കാൻ പറഞ്ഞ് ഒറ്റയ്ക്ക് കാറിനടുത്ത് പോയി. ലോക്ക് ചെയ്ത കാറിന്റെ ഡോർ തുറന്ന് അതിലെ ചില ഭാഗങ്ങൾ അഴിച്ചെടുത്ത് ബാഗിലിട്ടു. മറുവശത്ത് സുഗു വാസന്തിയുടെ മനസ്സ് മാറ്റാനായി ചന്തുവിനെ കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി. നോക്ക് വാസന്തി, ചന്തു എന്നേക്കാൾ കാണാൻ ഭംഗിയുണ്ടാകും, പക്ഷെ അവൻ എന്നെ പോലെ സത്യസന്ധനല്ല. നിനക്ക് അവനെ കുറിച്ച് മുഴുവനായി അറിയില്ല. നിനക്ക് മുൻപ് ചന്തുവിനൊരു കാമുകിയുണ്ടായിരുന്നു. അവൾ കറുത്തിട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചന്തുവിന്റെ സ്വഭാവം എന്തെന്നാൽ അവന് മെച്ചപ്പെട്ട എന്തെങ്കിലും കിട്ടിയാൽ പഴയതിനെ ഉപേക്ഷിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരിക്കൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിനെ ശ്രദ്ധയോടെ നോക്കും. മറുവശത്ത് ചന്തു മറ്റൊരു കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ കാറിന്റെ സെക്യൂരിറ്റി അലാം മുഴങ്ങി. അതോടെ വീട്ടുകാർ പുറത്തേക്ക് ഓടി വന്നു. ചന്തു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സുഗു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ബൈക്ക് സ്റ്റാർട്ടായില്ല. സുഗു വാസന്തിയോട് നീ പേടിക്കണ്ട, മിണ്ടാതെ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ ചന്തുവിനെ പിടികൂടി. ഒപ്പം ഈ സമയത്ത് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ച് സുഗുവിനെയും വാസന്തിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ മോഷണ ശ്രമത്തിനിടെ കൈയോടെ പിടികൂടിയതുകൊണ്ട്
പോലീസ് ചന്തുവിനെ നന്നായി മർദ്ദിച്ചു. മറ്റൊരു കോൺസ്റ്റബിൾ സുഗുവിനോടും വാസന്തിയോടും ആ സമയത്ത് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ തങ്ങൾക്കും ചന്തുവിന്റെ ഗതി വരുമെന്ന് മനസ്സിലാക്കിയ സുഗു, സർ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. സിനിമ കണ്ട് തിരികെ വരുമ്പോൾ ബൈക്ക് കേടായി, അതുകൊണ്ടാണ് ബൈക്ക് തള്ളിക്കൊണ്ടു വന്നത് എന്ന് കള്ളം പറഞ്ഞു. കഥ ഇനി പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ ഒരു ആംബുലൻസ് വന്ന് ജഡ്ജിയുടെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതോടെ വാസന്തി ബാലുവിനോട് പറഞ്ഞു, ഇനി നീയും ഇവിടെ നിന്ന് പോകൂ, എനിക്ക് നന്നായി ഉറക്കം വരുന്നു. അതിന് ബാലു, എങ്ങോട്ട് പോകാനാ, നീ കഥ പാതി വഴിയിൽ നിർത്തിയല്ലോ, ബാക്കി പറ എന്ന് പറഞ്ഞു. വാസന്തി, ഒരുപാട് വൈകി, നീ നിന്റെ ഭാര്യയെയും കുട്ടികളെയും വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നാളെ വാ, അപ്പോഴേക്കും ഞാനും വിശ്രമിക്കാം, വന്നതിന് ശേഷം ബാക്കി കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ ബാലു അവിടെ നിന്ന് പോയി. വാസന്തി ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ആരാ നീ എന്ന് ചോദിക്കുന്നു. അതിനയാൾ, ഞാൻ ബാലുവിന്റെ അമ്മാവനാണ്, ഞാനും നിന്റെ കഥ വളരെ താല്പര്യത്തോടെ കേൾക്കുകയായിരുന്നു. ബാലുവിനെ അവന്റെ ഭാര്യ ഇനി പുറത്തേക്ക് വിടില്ല, അതുകൊണ്ട് നിന്റെ കഥയിൽ പിന്നെന്തുണ്ടായി എന്ന് എന്നോട് പറ എന്ന് പറയുന്നു. വാസന്തി അയാളോട്, അന്ന് രാത്രി എനിക്ക് വ്യക്തമായി മനസ്സിലായി, കണ്ണുമടച്ച് ചന്തുവിന്റെ കൂടെ പോകുന്നത് ശരിയല്ലെന്ന്. മാത്രമല്ല, ചന്തുവിനെ കുറിച്ച് അവന്റെ അമ്മ പറഞ്ഞതെല്ലാം ഓർമ്മ വന്നു. സ്വന്തം മകനെ അമ്മയ്ക്ക് പോലും വിശ്വാസമില്ല, അങ്ങനെയുള്ള ഒരാളുടെ കൂടെ മുന്നോട്ട് പോകുന്നത് തെറ്റാണ്. സുഗു എനിക്കൊരു നല്ല ജീവിതം തരാമെന്ന് വാക്ക് തന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചന്തു വരുന്നു. വാസന്തി അവനുമായി വഴക്കിട്ട് സ്റ്റേജിൽ നിന്നിറങ്ങി. അതുവഴി വന്ന ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോയി. കഥ ഇനി പാസ്റ്റ് ടെൻസ് ആണ് കാണിക്കുന്നത്. ഒരു ദിവസം വാസന്തി പരിഭ്രാന്തയായി സുഗുവിന്റെ മുറിയിലേക്ക് വന്ന് പറഞ്ഞു, നിന്റെ സുഹൃത്ത് ചന്തു എന്നെ മാർക്കറ്റിൽ വെച്ച് കണ്ടു. അത് കേട്ട് ഭയന്നു പോയ സുഗു, അവൻ ഇപ്പോൾ ഇവിടേക്ക് വന്ന് നീ എന്റെ കൂടെയാണെന്ന് അറിഞ്ഞാൽ എന്നെ കൊല്ലും, ഇനി എന്ത് ചെയ്യും എന്ന് ഭയപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ചന്തു അവിടേക്ക് വരുന്നു. വാസന്തിയെ സുഗുവിന്റെ കൂടെ കണ്ട് ചന്തുവിന് ദേഷ്യം വന്നു. അവൻ വാസന്തിയുടെ കരണത്തടിച്ച് ഇരുവരോടും ദേഷ്യപ്പെട്ടു. വാസന്തി ചന്തുവിനോട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ചന്തു, പക്ഷെ നിനക്ക് എന്റെ മേൽ വിശ്വാസമില്ലല്ലോ എന്ന് പറയുന്നു. അതിന് ചന്തു, നിന്റെ അഭിനയം നിർത്ത്, നിങ്ങൾ ഇരുവരും ചേർന്ന് എന്നെ വഞ്ചിച്ചു, ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ മുഖം കാണരുത്, എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോളൂ, ഇനി കണ്ടാൽ രണ്ടുപേരെയും ഞാൻ കൊല്ലുമെന്ന് മുന്നറിയിപ്പ് നൽകി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. അന്ന് രാത്രി വാസന്തി സുഗുവിനോട് പറഞ്ഞു, ഇനി മുതൽ നീ ഒരു മോഷണം നിർത്തി എന്തെങ്കിലും ചെറിയൊരു ജോലി കണ്ടെത്തണം, അപ്പോഴേ നമുക്ക് ബഹുമാനം കിട്ടൂ എന്ന്. നമുക്കൊരു നല്ല ജീവിതം വേണ്ടേ? ആദ്യം സുഗു അത് കേട്ടില്ല. പക്ഷെ അവൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ശരി, മോഷണം നിർത്താം, എന്തെങ്കിലും ചെറിയ ജോലി കണ്ടെത്താം എന്ന് സമ്മതിക്കുന്നു. അത് കേട്ട് സന്തോഷിച്ച വാസന്തി തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണമാല അവന് നൽകി. ഇതെടുക്കൂ, ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കുറച്ചു ദിവസം നമ്മുടെ ചിലവുകൾ നടക്കും എന്ന് പറയുന്നു. ആ മാല കണ്ട സുഗു പറഞ്ഞു, ഇത് ഞാനും ചന്തുവും ചേർന്ന് മോഷ്ടിച്ചതാണ്, ഇത് അവൻ നിനക്ക് തന്നു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി, മാല വിറ്റ പണവും തീർന്നു. പക്ഷെ സുഗു ഒരു ജോലിയിലും പ്രവേശിച്ചിരുന്നില്ല. പണമില്ലാത്തത് കൊണ്ട് വാസന്തിക്ക് കുറച്ചു ദിവസം ഭക്ഷണം പോലും ഇല്ലാതെ വെള്ളം കുടിച്ച് വിശപ്പടക്കേണ്ടി വന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സുഗു ജോലിക്ക് പോകാത്തത് കൊണ്ട് വാസന്തിക്ക് ദേഷ്യം വന്ന് അവനുമായി വഴക്കിട്ടു. എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു. നന്നായി ആലോചിച്ച സുഗു ഒരു ദിവസം ജെയിംസ് എന്നൊരാളെ കണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വാസന്തിയോട്, ഇത് ജെയിംസ് എന്റെ സുഹൃത്താണ്, ഞാൻ ഭക്ഷണം വാങ്ങി വരാം, അതുവരെ ഇവന് കുടിക്കാൻ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ് പുറത്തു പോയി ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ഒരു പാഴ്സലും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്നു. പുറത്തുനിന്ന് പൂട്ടിയ വാതിൽ തുറന്നു നോക്കിയപ്പോൾ വാസന്തി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ മറ്റൊരാളുടെ കൂടെ കിടത്തി പണം സമ്പാദിക്കുക എന്നതായിരുന്നല്ലേ നിന്റെ പദ്ധതി? എങ്കിൽ പിന്നെ എനിക്ക് നിന്നെ കൊണ്ട് എന്താ കാര്യം? ഈ പണിയാണെങ്കിൽ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാമല്ലോ. നിന്നെപ്പോലൊരാളെ എനിക്കിനി ആവശ്യമില്ല. അവൾ ജെയിംസിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. സുഗു അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിച്ച് പണം സമ്പാദിച്ച് നമുക്ക് സന്തോഷമായി ജീവിക്കാമെന്ന് കരുതി. അത് കേട്ട വാസന്തി അവനെ ചീത്ത വിളിച്ച് ജെയിംസിന്റെ കൂടെ അവിടെ നിന്ന് പോയി. യഥാർത്ഥത്തിൽ വാസന്തിയെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിച്ച് പണം സമ്പാദിക്കാനായിരുന്നു സുഗു പദ്ധതി ഇട്ടത്. കഥ ഇനി പ്രസന്റ് ആണ് കാണിക്കുന്നത്. വാസന്തി വീണ്ടും ആ സ്റ്റേജിലേക്ക് വന്ന് അവിടെയുള്ളവരോട് പറഞ്ഞു, പിന്നീട് ഞാൻ ജെയിംസിനെ കണ്ടുമുട്ടി, അവനായിരുന്നു എന്റെ ബോസ്. അവനെ കണ്ടുമുട്ടിയതിനു ശേഷം എന്റെ ജീവിതം തന്നെ മാറിപ്പോയി. അവൻ എനിക്ക് ഒരുപാട് പിന്തുണ നൽകി. ജെയിംസ് വാസന്തിയെ നഗരത്തിന് പുറത്തുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി കുറച്ച് പണം നൽകി പറഞ്ഞു, ഇത് ഇന്നു മുതൽ നിന്റെ വീടായി കണക്കാക്കിക്കോളൂ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ശങ്കർ ഉണ്ടാകും, അവനോട് പറഞ്ഞാൽ മതി. ഈ തൊഴിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിനക്കിവിടെ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാം, ആരും നിന്നെ തടയില്ല. ഞാൻ ഇടനിലക്കാരൻ മാത്രമാണ്.
ഇടപാടുകാരെ ഇവിടേക്ക് അയക്കും. വാസന്തി കുളിച്ച് തയ്യാറായപ്പോൾ ശങ്കർ വന്ന് ജെയിംസ് സർ ഒരു ഇടപാടുകാരനെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ കാണിച്ചു. അയാൾ ഒരു ഡോക്ടർ ആയിരുന്നു. ആദ്യം വാസന്തിക്ക് അല്പം ഭയം തോന്നിയെങ്കിലും ഇരുവരും മദ്യപിച്ച് ശാരീരികമായി ബന്ധപ്പെടുന്നു. രാവിലെ വാസന്തി ഉണർന്നപ്പോഴേക്കും ഡോക്ടർ അവിടെ നിന്ന് പോയിരുന്നു. അടുത്ത ദിവസം ഒരു പ്രായമായ ആൾ വന്നു. വാസന്തി ആ തൊഴിലിലേക്ക് പൂർണ്ണമായി ഇറങ്ങിയത് കൊണ്ട് തന്റെ അടുത്ത് വരുന്നവരെ സന്തോഷിപ്പിക്കുക എന്നതാണ് തന്റെ ജോലി എന്ന് കരുതി ചിരിച്ചുകൊണ്ട് അയാളെയും സ്വീകരിച്ച് ബന്ധപ്പെട്ടു. രാവിലെ ആയപ്പോൾ അയാൾ വാസന്തിയുടെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. കുളിക്കുമ്പോൾ വാസന്തി തന്റെ ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധിച്ചു. അടുത്ത ദിവസം 2 സംഗീതജ്ഞർ വന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഇടപാടുകാരുമായി വാസന്തി ആ തൊഴിലിൽ മുഴുകി. അവൾക്ക് പെയിന്റിംഗിൽ താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് ഒഴിവു സമയങ്ങളിൽ അവൾ ചിത്രം വരയ്ക്കുമായിരുന്നു. അന്നു മുതൽ വാസന്തി താൻ ചെയ്യാൻ ആഗ്രഹിച്ചതെല്ലാം ചെയ്തു. പട്ടിണി കിടക്കേണ്ട അവസ്ഥ അവൾക്ക് പിന്നീട് വന്നില്ല. വീണ്ടും പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ അവിടേക്ക് വീണ്ടും ബാലു വന്ന് തന്റെ അമ്മാവനെ അവിടെ കണ്ട് ദേഷ്യത്തോട് ചോദിച്ചു, ഞാൻ വരുന്നതിന് മുൻപ് നീ എന്തിനാണ് കഥ പറഞ്ഞത്? ഞാൻ വരുമെന്ന് പറഞ്ഞതല്ലേ? എനിക്ക് നിന്റെ കഥ അറിയണം. വീണ്ടും അവിടെ നിന്ന് പറ. അതിന് വാസന്തി, ഇല്ല, എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞു. അതിന് ബാലു, ഞാൻ നിന്റെ കഥ കേൾക്കാൻ വേണ്ടിയാണ് ഭാര്യയെ വീട്ടിൽ വിട്ട് വരാൻ നോക്കിയത്. എന്റെ ഭാര്യ എന്നെ വീട്ടിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞ് തടഞ്ഞിരുന്നു. ഞാൻ എത്ര അപേക്ഷിച്ചിട്ടും അവൾ കേൾക്കാതെ എന്നോട് വഴക്കിട്ടു. അതുകൊണ്ട് ദേഷ്യത്തിൽ അവളെ പിന്നോട്ട് തള്ളിയപ്പോൾ അവളുടെ തലയടിച്ച് അവൾ അവിടെ തന്നെ മരിച്ചുപോയി എന്ന് പറയുന്നു. അത് കേട്ട് വാസന്തി ഞെട്ടിപ്പോയി. ബാലുവിന്റെ അമ്മാവൻ ദേഷ്യത്തോടെ, എന്ത് പണിയാടാ നീ ചെയ്തത്? എന്റെ മകളെ നീ കൊന്നോ എന്ന് ചോദിച്ചു. അതിന് ബാലു, നിങ്ങൾ എന്താ കുറവാണോ അമ്മാവ? നിങ്ങളും നിങ്ങളുടെ ഭാര്യയെ കൊന്നതല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഇരുവരും തമ്മിൽ വഴക്ക് തുടങ്ങി. ആ വഴക്കിനിടയിൽ നന്നായി മദ്യപിച്ചിരുന്ന ബാലു താഴെ വീണ് മരിച്ചു. അത് കണ്ട് വാസന്തി, ഇപ്പോൾ ഒരു ശവത്തിന്റെ പ്രശ്നം തീർത്തതേയുള്ളൂ, അപ്പോഴേക്കും അടുത്തത്. മര്യാദയ്ക്ക് ബാലുവിന്റെ ശവം ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് ബാലുവിന്റെ അമ്മാവനോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. യഥാർത്ഥത്തിൽ വാസന്തിയുടെ അമ്മ ഒരു വേശ്യയായിരുന്നു. തന്റെ മകളുടെ ജീവിതം തന്നെ പോലെ ആകരുതെന്ന് കരുതിയാണ് അവളെ ടൗണിലുള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് അയച്ച് പഠിച്ച് നല്ല ജോലി നേടാനായി അയക്കുന്നത്. എന്നാൽ വഴിയിൽ വെച്ച് വാസന്തി കണ്ടുമുട്ടിയ ആളുകൾ കാരണം അവളുടെ ജീവിതം മാറി മറിഞ്ഞ് ഒടുവിൽ അവളും അമ്മയെ പോലെ ഒരു വേശ്യയായി തീർന്നു. അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ സാഹചര്യങ്ങൾ വാസന്തിയെ ഒരു വേശ്യയാക്കി മാറ്റിയെന്നും പറയാം. സംവിധായകൻ ഇതായിരിക്കാം നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആ രംഗത്തോടു കൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.